എല്ലാവർക്കും നമസ്കാരം. ഇമ്മിണി വല്യൊന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ട്രിഗ്നോമെട്രിയുടെ ഇൻട്രഡക്ഷനിൽ ആ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ ദി ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി, today we are going to discuss the applications of trigonometry. അതായത് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എങ്ങനെ കണ്ടുപിടിക്കാം. അതിൽ ഞാൻ ഇന്ന് ഒരു വേർഡ് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ ഞാൻ അന്ന് പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു കുട്ടി കുത്തബ് മീനാർ കാണാൻ പോയി. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് നിന്ന് മീനാറിൻ്റെ ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെ അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം, കുത്തബ് മീനാറിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഡിസ്റ്റൻസ്, ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ദർ ഈസ് ആൻ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി ഐ ഓഫ് ദ ഒബ്സർവർ ആൻഡ് ദി ഹൊറിസോണ്ടൽ ലെവൽ. ആ ആംഗിളിൻ്റെ പേര് ആംഗിൾ ഓഫ് എലിവേഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ്. ഓക്കെ, അപ്പോൾ ഒബ്സർവറിൻ്റെ കണ്ണിൻ്റെ മുകളിലാണ് ഒബ്ജക്റ്റെങ്കിൽ നമ്മളിങ്ങനെ മേലേക്കാണ് നോക്കാറ്. വിൽ റേസ് അവർ ഹെഡ് ടു സീ ദ പോയിൻ്റ് ഓൺ ദി ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിൻ്റെ മുകളിലാവുമ്പോഴാണ് ആ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയാം. അപ്പോൾ സപ്പോസ് ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇവിടെയാണ് ഒബ്സർവർ, ആ കുട്ടി ഇവിടെയുണ്ട്. സപ്പോസ് ദിസ് ഇസ് ദ കുത്തബ് മീനാർ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഫോംഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ദിസ് ഇസ് ഗ്രൗണ്ട് ലെവൽ. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ആൻഡ് ദർ ഈസ് എ ലൈൻ, ഇമാജിനറി ലൈൻ പാരലൽ ടു ദ ഗ്രൗണ്ട് ലെവൽ ത്രൂ ദി ഐ ഓഫ് ദി ഒബ്സർവർ. ഈ നോക്കുന്ന ആളിൻ്റെ കണ്ണിന്ന് ഒരു ഇമാജിനറി ലൈൻ പോകുന്നുണ്ട് വിച്ച് ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട് ലെവൽ നോൺ ആസ് ദ ഹൊറിസോണ്ടൽ ലെവൽ. ഇതിൻ്റെ പേരാണ് ഹൊറിസോണ്ടൽ ലെവൽ. ഹൊറിസോണ്ടൽ ലെവൽ ഈസ് ദ ഇമാജിനറി ലൈൻ ത്രൂ ദ ഐ ഓഫ് ദ ഒബ്സർവർ വിച്ച് ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട് ലെവൽ. ആൻഡ് ദി ഇമാജിനറി ലൈൻ, ദർ ഇസ് എ ലൈൻ ഫോംഡ് ഫ്രം ദി ഐ ഓഫ് ദി ഒബ്സർവർ ടു ദ പോയിന്റ് ഇൻ ദി ഒബ്ജക്റ്റ്. അപ്പോൾ എവിടേക്കാണോ നോക്കുന്നത് അവിടത്തേക്കുള്ള ആ പോയിന്റിലേക്ക് ഈ ഒബ്സർവറിൻ്റെ ഐ എന്നുള്ള ഈ ഇമാജിനറി ലൈനിനെയാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാറ്. സോ ഹിയർ ദർ ഈസ് ആൻ ആംഗിൾ ഫോംഡ് between the horizontal level and the line of sight known as the angle of elevation denoted by theta, and this angle is the angle of elevation. So if we have this angle of elevation and this horizontal distance, we will be able to find the height. അങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കാറ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഈ ആംഗിളും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈറ്റ് ഈസിയായി കണ്ടുപിടിക്കാം. പിന്നെ ഒരു കാര്യം, ചില സമയത്ത് ഇപ്പോൾ കുത്തബ് മീനാറിൻ്റെ കേസിലാണെങ്കിൽ അത് നല്ല ഹൈറ്റ് ഉണ്ട് വെൻ കമ്പയർഡ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്സർവർ ആൻഡ് വിച്ച് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സോ ഇങ്ങനത്തെ കേസിൽ ഭയങ്കര ഹൈറ്റ് ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഒബ്സർവർ ക്യാൻ ബി അവോയ്ഡ്. അപ്പോൾ വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദിസ്. ആൻഡ് ഇൻ സം അതർ കേസസ് ചിലപ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ടാവില്ല, ചെറിയൊരു ബിൽഡിംഗ് ആയിരിക്കും. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ ഈ ഒബ്സർവറിൻ്റെ ഹൈറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ സംടൈംസ് വി ഹാവ് ടു സബ്ട്രാക്ട് ദിസ് ഹൈറ്റ്
Okay, then according to situation. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ലെവലും കൂടി ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുക വെൻ ദി ഒബ്ജക്റ്റ് ഈസ് എബവ് അവർ ഐ ലെവൽ. നമ്മുടെ കണ്ണിൻ്റെ മുകളിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുക. ദെൻ ലെറ്റ്സ് കൺസിഡർ വൺ വേർഡ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഒരു ടവർ ഉണ്ട്. ദർ ഇസ് എ ടവർ ഓൺ ദി ബാങ്ക് ഓഫ് എ കനാൽ. ഒരു കനാലിൻ്റെ ഒരറ്റത്ത് ഒരു ടവർ ഉണ്ട്. ഈ കനാലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അതർ ബാങ്ക്, മറ്റേ തീരത്ത്, രണ്ടും കനാലിൻ്റെ രണ്ടറ്റത്താണ്. ഇത് കനാലിൻ്റെ ഒരു അറ്റം, മറ്റേത് മറ്റേ അറ്റം. ഓക്കെ, ദെൻ ഫ്രം ദിസ് പോയിന്റ് ഈ ടവറിൻ്റെ മേലേക്ക് നോക്കുന്ന ആംഗിളാണ് 60 degrees എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി കുറച്ച് ദൂരം മാറി ഒരു പോയിന്റ്, ദാറ്റ് ഈസ് ഫ്രം ദ പോയിന്റ് ഡി, ഇവിടുന്ന് ഈ ടവറിൻ്റെ മേലേക്ക് നോക്കുന്ന ആംഗിളാണ് 30 degrees. എപ്പോഴും നാച്ചുറലി ദൂരം കൂടുമ്പോൾ, നമ്മൾ ഒരു ഹൈറ്റുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ നേരെ താഴെ പോയാലാണ് നമുക്ക് കഴുത്ത് കൂടുതൽ കുറച്ചും കൂടി നമുക്ക് സ്ട്രെയിൻ ഉണ്ടാവുക. സോ ആംഗിൾ വിൽ ബി ഗ്രേറ്റർ വെൻ ഇറ്റ് ഈസ് ക്ലോസർ ടു എ ഹയർ ഒബ്ജക്റ്റ്. ഇനി ദൂരം പോകുന്തോറും നമുക്ക് അതിൻ്റെ മേലേക്ക് നോക്കേണ്ട സ്ട്രെയിൻ അത്രയും ഉണ്ടാവില്ല. സോ ദിസ് ആംഗിൾ വിൽ ബി ലെസ് നാച്ചുറലി. അപ്പോൾ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഓൾസോ ദിസ് ഇസ് ഗിവൺ, ഇതൊക്കെ ഒരേ ലൈനിലാണ് ഈ ഡിസ്റ്റൻസും. ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 points ഇസ് ഗിവൺ ആസ് 20 meter. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് കാണാനുണ്ട്. ഒന്ന്, യു ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ഓൾസോ ദി വിഡ്ത്ത് ഓഫ് ദ കനാൽ. ഇതാണ് കനാലിൻ്റെ വിഡ്ത്ത്. ഇത് കനാലിൻ്റെ ഒരു അതർ ബാങ്ക്, ഇത് മറ്റേ തീരം. ഇത് രണ്ട് തീരങ്ങളിലാണ്. ഇത് ഒന്ന് കുറച്ച് വിട്ട്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് ഗിവൺ ആസ് 20 meter. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദിസ് ഹൈറ്റ് ഓഫ് ദി ടവർ ആൻഡ് ഓൾസോ ദി വിഡ്ത്ത് ഓഫ് ദ കനാൽ. ഓക്കെ, അപ്പോൾ കനാലിൻ്റെ വിഡ്ത്തും കാണണം. ലെറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ ബി h meters. Because this is given in meters, so let this be h meters and let the width of the canal be x meters. So let's solve this. Solution. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഇവിടെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഗ്രൗണ്ട് ലെവലും ഇതും, these two will be perpendicular to each other and a right triangle is formed here always. Then first of all we have to consider the right triangle ABC. In right triangle ABC, ഈ ഹൈറ്റും വിഡ്ത്തും with respect to this angle C, this is the opposite side and this is the adjacent side. So opposite by adjacent or adjacent side by opposite, any trigonometric ratio we can take. ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഹൈറ്റും വിഡ്ത്തുമാണ് നമ്മളോട് ചോദിച്ചത്. സോ വി ഹാവ് ടു കൺസിഡർ tan 60. tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെൻറ്റ്. സോ ഇൻ റൈറ്റ് ട്രയാങ്കിൾ ABC we can take tan 60 degree is equal to, what is tan 60? Tan is opposite by, that is AB by BC. AB by BC. Tan 60, the value is √3. √3 is equal to AB is h by BC is x. And first of all we have to consider, let the height of the tower be h meter and the width of the canal be
x meters. Then in right triangle ABC, we have tan 60 is equal to AB by BC, that is root 3 is equal to h by x. We get h is equal to root 3x. Let this be result 1. Okay, we have considered the first right triangle. Here there are two right triangles. One is ABC. Right angle is the same, that is B, and also ABD. Next we have to consider in right triangle ABD. In right triangle ABD, we have D is the acute angle, and with respect to this angle D, we have opposite side by adjacent, which is tan 30. We can consider tan 30. Tan 30 is equal to, opposite side is AB itself, AB divided by adjacent side is BD. And what is tan 30? Tan 30 is 1 by root 3. 1 by root 3 is equal to AB is h by what is BD? BD is 20 plus x. 20 plus x. And let's cross multiply. Let's cross multiply this. We get 1 into 20 plus x is 20 plus x. 20 plus x is equal to h into root 3. Is h root 3. And we have h is equal to root 3x. So we substituting, let this be result 2. Then substituting h is equal to root 3x in equation 2. What we get? 20 plus x is equal to h is root 3x. It is root 3x into root 3 we get. Instead of h, we substitute root 3x. Then we get 20 plus x is equal to root 3x into root 3 is 3x. Then let's transpose this x to this side. We get 20 is equal to 3x minus x. That is, we get 20 is equal to 3x minus x is 2x. So we get x is equal to 20 by 2 is equal to 10. We got x as 10, which means the width of the river is 10 meter. Then what about the height of the tower? That is width. Width is 10 meter and height. Height of the tower. Height of the tower is equal to, what is the relationship? Height is equal to root 3x. So height is equal to root 3 into 10 is equal to 10 root 3 meters. So we got the height of the tower as 10 root 3 meters and the width of the river as 10 meter. Is it clear to all of you? Okay, very easy. In the application or in these type of questions, always right triangles are formed between if it is a tower, a pole, a building, whatever, with the ground level or the horizontal level. Always right triangles are formed. Then we have to take the trigonometric ratios of the angles. Okay. Okay, then with another problem, with another type of problem, we'll see in the next episode. Thank you for watching the video. Bye.